വെൽക്കം ബാക്ക് ടു ഷുഗർ ആൻഡ് സ്പാർക്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചീസി നൂഡിൽസാണ്. ഒരു ടേസ്റ്റ് മേക്കേഴ്സും സോസും ചേർക്കാതെ അത്രയും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ എങ്ങനെ നൂഡിൽസ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. ഈ ഒരു ഹെൽത്തി നൂഡിൽസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹെൽത്തി വേർഷൻ ഓഫ് നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്, ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് ചട്പട്ട മസാലയാണ്, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, എന്തായാലും പോയി കാണാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഇത് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് നൂഡിൽസാണ്. നൂഡിൽസ് 80% കുക്ക് ചെയ്തിട്ട് എടുക്കുക. നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കുക്ക് ചെയ്യുക. അതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യുക. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, ഒരിക്കലും ലോ ഫ്ലെയിമിൽ ചെയ്യരുത്. ലോ ഫ്ലെയിം യൂസ് ചെയ്താൽ പച്ചക്കറികളുടെ ക്രിസ്പിനെസ് പോകും. ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് റെഡ് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ള പച്ചക്കറികൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബേബി കോൺ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് പ്രഷർ കുക്ക് ചെയ്തിട്ട് ചേർക്കുക. തക്കാളി ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീൻസ് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മഷ്റൂംസും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി പറയുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. അതായത് ഇതിലേക്ക് ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചേർത്തോളൂ, കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. കുറച്ച് ചൂടായി കഴിഞ്ഞു. നമുക്കിതിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പ് കുറച്ചധികം വേണ്ടി വരും, കാരണം ഞാൻ നൂഡിൽസ് ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചട്പട്ട മസാല ചേർക്കാം. നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം, വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. ഇപ്പം എല്ലാം കൂടെ മിക്സായി. അവസാനമായിട്ട് ഇതിലേക്ക് നൂഡിൽസ് ചേർക്കുക. നൂഡിൽസ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബട്ടർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഇതിന് വരും. ഇനി പറയുന്നത് ഓപ്ഷനിലാണ്. ഒരു ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചൂടിൽ തന്നെ ചീസ് നന്നായി മെൽറ്റായി സെറ്റായി വന്നോളും. ചീസ് ആഡ് ചെയ്താൽ ഭയങ്കര ഒരു ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ചീസൊക്കെ മെൽറ്റായി നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. ഒരു സെർവിങ് ഡിഷിലേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി നൂഡിൽസ്, ഒരു ടേസ്റ്റ് മേക്കറും സോസും ചേർക്കാതെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അൺഹെൽത്തി നൂഡിൽസ് ഓപ്ഷൻ ഉപേക്ഷിച്ചിട്ട് ഈ ഹെൽത്തി നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പിയായി കാണും വരെ ബൈ.